അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ബസ്രയിലേക്ക് പോയൊരു കഥ തങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ ബസ്രയിൽ പോകുമ്പോൾ ഒരു നട്ടുച്ച സമയം മുതൽ രാത്രി വരെ ദുആവും ദിക്റുമായി ആളുകളൊക്കെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതായിട്ട് കണ്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും മയക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതാണെന്ന്. അത് കഴിഞ്ഞു പോയി ഒരു രാത്രിയുടെ മധ്യഭാഗം എത്തിയപ്പോൾ ഒരു മനുഷ്യൻ, ഒരു കറുത്ത, ആരാരും തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യൻ വന്നിട്ട് വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അള്ളാഹുവിനോട് 2 കരങ്ങളും ഉയർത്തിയിട്ട് പറഞ്ഞു, റബ്ബേ, നിന്റെ അടിമകളൊക്കെ മഴയില്ലാത്തതിന്റെ പ്രയാസത്തിലാണ്, മഴ നൽകണേ എന്ന് പറയുമ്പോൾ കാർമേഘങ്ങളൊക്കെ ഒരുമിച്ച് കൂടി മഴ വീഴിയാണ്. ഇത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. മാലിക് ബിൻ ദീനാർ തങ്ങളെ ഈ മനുഷ്യൻ കാണുന്നില്ല. അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പിന്തുടർന്നുകൊണ്ട് ആ മനുഷ്യന്റെ വീട് കണ്ടുപിടിച്ച് പിറ്റേ ദിവസം മാലിക് ബിൻ ദീനാർ തങ്ങൾ ആ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. പോയി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, വിൽക്കാൻ വെച്ച അടിമകളുടെ വീടായിരുന്നു അത്. അങ്ങനെ ആ യജമാനനോട് ഒരു അടിമയെ വേണമെന്ന് പറഞ്ഞപ്പോൾ പല അടിമകളെയും കാണിച്ചു കൊടുക്കാൻ, അല്ലന്മാരും ശക്തന്മാരുമായ അടിമകളെ കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ അവസാനം ആരാരും തിരിഞ്ഞു നോക്കൂല എന്ന് യജമാനൻ പറഞ്ഞ ആ മനുഷ്യനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ യജമാനൻ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യനിൽ എന്ത് ഗുണമാണ് താങ്കൾ കണ്ടത് എന്ന്. അങ്ങനെ മാലിക് ബിൻ ദീനാർ തങ്ങൾ ആ മനുഷ്യനെ വാങ്ങിയിട്ട് പോകുമ്പോൾ ആ മനുഷ്യൻ മാലിക് ബിൻ ദീനാർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ എന്നെ വാങ്ങിയത് എന്ന് പറയുമ്പോൾ തലേന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ. അങ്ങനെ ആ മനുഷ്യൻ സുജൂദിലായി വീഴുകയും അവസാനം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ, രഹസ്യങ്ങളുടെ രാജാവായ അള്ളാഹ്, എന്റെ രഹസ്യങ്ങളൊക്കെ പരസ്യമായി, എനിക്കിനി ജീവിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറയാണ്. ഇവിടെ നമുക്കുള്ള പാഠം, ഈ കഥയിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്ത് എന്ന് ചോദിച്ചാൽ, ആരാരും പരിഗണിക്കാതെ, ആരാരും നോക്കാതെ, ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യരുണ്ട്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരാണ്, അള്ളാഹുവിന്റെ അടുക്കൽ അവർ ശ്രേഷ്ഠരാണ്. അവർ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് വല്ലാത്ത പ്രതിഫലമായിരിക്കും, കാരണം അവരുടെ ഖിലാസാണ്. അതാണ് പറഞ്ഞത്, ദുനിയാവായിട്ട് ബന്ധമില്ലാത്തവരുടെ ചെറിയ ഇബാദത്ത് പോലും അത് തുലാസിൽ വലിയ കനം തൂങ്ങുന്നതായിരിക്കുമെന്നും. അള്ളാഹു മനസ്സിലാക്കാൻ വേണ്ടി തൗഫീഖ് നൽകട്ടെ. ആമീൻ.